Dear students, all of you welcome to our classes of irrigation engineering. So, ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവർ ഗേജിങ്ങിനെ കുറിച്ചാണ്. റിവർ ഗേജിങ്ങിന് വേറൊരു പേര് കൂടി പറയും സ്ട്രീം ഗേജിങ്. അപ്പോൾ എന്താണ് ഒരു റിവർ ഗേജിങ് അല്ലെങ്കിൽ സ്ട്രീം ഗേജിങ് എന്ന് പറയുന്നത്? റിവർ ഗേജിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്ചാർജ് ഓർ ദി വോളിയം ഓഫ് വാട്ടർ മൂവിംഗ് ത്രൂ എ ചാനൽ പെർ യൂണിറ്റ് ടൈം ഓഫ് എ സ്ട്രീം. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ചാനലിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിലൂടെയോ അതും അല്ലെങ്കിൽ എന്താണ് ഒരു റിവറിലൂടെയോ ഒക്കെ പാസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഡിസ്ചാർജ് മീൻസ് വോളിയം അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിവർ ഗേജിംഗ് എന്ന് പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ സ്ട്രീം ചാനൽ നോൺ ആസ് എ സ്റ്റേജ് ഓർ ഗേജ് ഹൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡിസ്ചാർജ് ഇൻ എ സ്ട്രീം. അതുപോലെ സ്റ്റേജ് എന്നൊരു ടേം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിലെ അല്ലെങ്കിൽ സ്ട്രീംസിലേക്ക് വാട്ടറിൻ്റെ ഹൈറ്റിനെ പറയുന്നതാണ് സ്റ്റേജ്. അതിനെ ഗേജ് ഹൈറ്റ് എന്നുകൂടി റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, stream flow representing the runoff phase of the hydrological cycle is the most important basic data for hydrological studies. Stream flow is only part of hydrological cycle that can be measured accurately. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസിൽ സ്ട്രീം ഫ്ലോ എന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഈ സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് റൺ ഓഫിൽ വരുന്ന ഒരു ഭാഗമാണ്. സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് റൺ ഓഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ റൺ ഓഫിൻ്റെ ഒരു ഫേസ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസിലൊക്കെ വരുന്ന ബേസിക് ഡാറ്റാസ് ആണ് സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത്. റൺ ഓഫ് ഫ്രം എ ക്യാച്ച്മെൻറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദ ഡിസ്ചാർജ് ഓഫ് ദ സ്ട്രീം ഡ്രൈനിങ് ഇറ്റ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് റൺ ഓഫ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന വാട്ടറിൻ്റെ ഡിസ്ചാർജ് ഓർ വോളിയം കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ്, നെസസിറ്റി ഓഫ് സ്ട്രീം മെഷർമെൻറ്റ്. ഒരു സ്ട്രീം മെഷർമെൻറ്റിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബൈ മെഷറിംഗ് ദ ഡിസ്ചാർജ് ഇൻ റിവർ ദ ഇറിഗേഷൻ വാട്ടർ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. ഇവിടെ നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് യൂണിഫോംലി ഒരു ഫീൽഡിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. ബൈ മെഷറിംഗ് ഫ്ലോ ഇൻ റിവേഴ്സ് ഫ്ലഡ് വാർണിംഗ് ക്യാൻ ബി ഇഷ്യൂഡ്. ഇനി ഒരു ഫ്ലഡ് സ്റ്റേജ് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണി ആ ഒരു റിവറിലുണ്ടായാൽ ഒരു വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള പ്രിക്വേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രീം മെഷർമെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ മെഷറിംഗ് ഫ്ലോ ഇൻ കനാൽ ക്വാണ്ടിറ്റി ഓഫ് ലോസസ് ക്യാൻ ബി നോൺ. അതുപോലെ തന്നെ ഒരു കനാലിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനും അവിടെ വരുന്ന ലോസസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ ദ റിവർ ഹെൽപ്പ് ഫോർ ഫ്യൂച്ചർ റിസർച്ച്. ഒരു റിവറിലൂടെയുള്ള സ്ട്രീം ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള റിസർച്ചസിനും അതുപോലെ ഫ്യൂച്ചർ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ പ്രപ്പോസൽസിനും ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് റിവർ ഗേജസിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദ ബെഡ് ആൻഡ് ബാങ്ക്സ് ഓഫ് ദ സ്ട്രീം ഷുഡ് ബി ഫേം ആൻഡ് സ്റ്റേബിൾ സോ ആസ് ടു എൻഷുർ കൺസിസ്റ്റൻസി ഓഫ് ഏരിയ ഡിസ്ചാർജ് റിലേഷൻഷിപ്പ്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഗേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് റിവറിൻ്റെ ബാങ്ക്സിലായിരിക്കാം അല്ലെങ്കിൽ റിവർ ബെഡ്സിലൊക്കെ ആയിരിക്കാം. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്നെങ്കിൽ സ്റ്റേബിൾ സർഫസ് ആയിരിക്കണം. നമ്മുടെ റിവർ ബെഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ റിവർ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേബിൾ സർഫസ് ആയിരിക്കണം. The bed and bank should be free from vegetal growth, boulders or other obstructions like bridges, piers, etc. ഒരു റിവർ ഗേജിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ എന്താണ് വെജിറ്റൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ബാങ്ക്സിലൊക്കെയാണ് റിവർ ഗേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വെജിറ്റൽ ഗ്രോത്ത്, അതായത് ചെടികളൊന്നും വളർന്ന് നമ്മളെ റിവർ ഗേജസിനെ ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻസ് വരുന്ന കേസസിൽ, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ റിവർ ഗേജസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദർ ഷുഡ് ബി നോ ലോങ്ങർ ഓവർഫ്ലോ സെക്ഷൻ അറ്റ് ഫ്ലഡ് സ്റ്റേജ്.
നമുക്ക് അതുപോലെ തന്നെ ഫ്ലഡ് സമയത്ത് ഓവർഫ്ലോ ചെയ്യുന്ന ഏരിയാസിലും ഈ ഒരു റിവർ ഗേജസിൻ്റെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യില്ല. നെക്സ്റ്റ് പോയിന്റ്, ടു എൻഷുർ ഗുഡ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ സ്റ്റേജ് ആൻഡ് ഡിസ്ചാർജ് ദർ ഷുഡ് ബി എ ഗുഡ് കൺട്രോൾ സെലക്ഷൻ ഫാർ ഡൗൺ സ്ട്രീം ഓഫ് ദ ഗേജിംഗ് സൈറ്റ്. ഇവിടെ ഒരു റെയിൻ ഗേജസിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു റിവർ ഫ്ലോയിൽ ഉണ്ടാകുന്ന കൺസിസ്റ്റൻസി നിലനിർത്താൻ, കൺസിസ്റ്റൻസി മീൻസ് സ്ഥിരത, ആ ഒരു സ്ഥിരത നിലനിർത്താൻ ആ ഒരു റിവർ ഗേജിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ കൺട്രോളിങ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ സെക്ഷൻ ഷുഡ് ബി സ്ട്രൈറ്റ് ആൻഡ് യൂണിഫോം ഫോർ എ ലെങ്ത് ഓഫ് എബൌട്ട് 10 to 20 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീം. ഗേജിംഗ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിവറിൻ്റെ 10 to 20 ടൈംസ് വിഡ്ത്ത് വരുന്ന ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ഒരു സ്ട്രൈറ്റ് സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു പോർഷനിലാണ് നമ്മൾ റിവർ ഗേജസ് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദ സ്ട്രീം ഗേജിംഗ് സ്റ്റേഷൻ ഷുഡ് ബി ഈസിലി ആക്സസിബിൾ. നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു ഏരിയയിലായിരിക്കണം ഗേജിംഗ് സ്റ്റേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റീഡിംഗ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് സ്റ്റേജ്. ഈ മെഷർമെൻറ്റ് ഓഫ് സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഗേജസ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രീം മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റാണ് മാനുവൽ ഗേജസ് വരുന്നുണ്ട്. മാനുവൽ ഗേജസിൽ ഫസ്റ്റ് ടൈപ്പാണ് സ്റ്റാഫ് ഗേജ്. The simplest of stage measurements are made by noting the elevation of the water surface in contact with fixed graduated staff. The staff is made of a durable material with a low coefficient of expansion with respect to both temperature and moisture. It is fixed rigidly a structure such as an abutment, pier, wall, etc. ഒരു സ്റ്റാഫ് ഗേജസ് വെച്ചിട്ട് ഒരു സ്ട്രീം മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഗ്രാജുവേറ്റഡ് സ്റ്റാഫ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എലിവേഷൻ ഓഫ് ദി വാട്ടർ സർഫസ് കോണ്ടാക്ട് വിത്ത് ഫിക്സഡ് ഗ്രാജുവേറ്റഡ് സ്റ്റാഫ്. ആ ഒരു സ്റ്റാഫിൽ നമ്മളൊരു ഒരു ഗ്രാജുവേറ്റഡ് സ്റ്റാഫ് ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഫിക്സഡ് ഗ്രാജുവേറ്റഡ് സ്റ്റാഫിൽ വാട്ടർ കോണ്ടാക്ട് ചെയ്യുന്നത് ഏത് ലെവലിലാണെന്ന് നോക്കും. അതാണ് അവിടുത്തെ സ്റ്റേജ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ കേസിലൊക്കെ ഒരു സ്റ്റാഫ് ഒരു വെർട്ടിക്കലായിട്ട് ഹെൽഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലെന്താണ് റീഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു സ്റ്റാഫിൽ ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ ആ റീഡിങ് നമുക്ക് ഒരു റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ മെഷർമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാഫ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഡ്യൂറബിൾ മെറ്റീരിയൽ. സ്റ്റാഫ് നിർമ്മിക്കേണ്ടത് ഒരു ഡ്യൂറബിൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. പെട്ടെന്ന് റെസ്റ്റും കൊറോഷൻസും ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം അതിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. പെട്ടെന്ന് എക്സ്പാൻഷൻ ചെയ്യുന്ന മെറ്റീരിയൽസ് ഒന്നല്ല സ്റ്റാഫ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റാഫ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഫിക്സഡ് റിജിഡ്ലി ടു എ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറിലാണ്. സച്ചസ് ആൻ അബട്ട്മെൻറ്റ്, പിയർ, വാൾസ് എക്സെട്ര. ഒരു ബ്രിഡ്ജസിൻ്റെ വാൾസിലോ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ്സിലോ പിയേഴ്സിലോ ഒക്കെയാണ് സ്റ്റാഫ് ഗേജസ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റാഫ് ഗേജസിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റാഫ് വെർട്ടിക്കലി ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ സ്റ്റാഫ്സ് കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റാഫിലുള്ള റീഡിങ്സ് കിട്ടും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രീം മെഷർമെൻറ്റ് ഈസ് വയർ ഗേജിംഗ്. It is a gauge used to measure the water surface elevation from above the surface, such as from a bridge or similar structure. In this, a weight is lowered by a reel to touch the water surface. A mechanical counter measures the rotation of the wheel, which is proportional to the length of the wire paid out.
The operating range of this kind of gauge is about 25 meter. ഈ വയർ ഗേജസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്ട്രീം മെഷർമെൻറ്റ്സ് എടുക്കാം എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വയർ ഗേജ് യൂസ് ചെയ്യുന്നത് വാട്ടർ സർഫസിൻ്റെ എലിവേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വയർ ഗേജസ് യൂസ് ചെയ്യുന്നത് വാട്ടർ സർഫസിൻ്റെ എലിവേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു റീൽ യൂസ് ചെയ്ത് മെഷർമെൻറ്റ് കൗണ്ട് ചെയ്യുന്നത്. റീല് നമ്മൾ വാട്ടറിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വയ്ക്കും. ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് റീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇത്രയൊക്കെയാണ് നിങ്ങളെ സബ്ജക്റ്റ് വൈസിൽ റിവർ ഗേജസിനെ കുറിച്ച് പറയാനുള്ളത്.